അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. മേഡത്തിന് കൊടുക്കാം ആപ്ലിക്കേഷൻ. അങ്ങോട്ട് കൊണ്ട് കൊടുക്കും മേഡത്തിൻ്റെ. ഇവിടെ കോപ്പി തന്നിട്ട് ചെല്ലാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് കോപ്പി തന്നിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു സ്റ്റേഷനിലോട്ട്, അതുകൊണ്ടാണ് മേഡത്തിന് കോപ്പി തരാനായിട്ട് വന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ വന്നൊരു 50,000 രൂപയുടെ ഒരു 50,000 രൂപയുടെ കല്യാണ ആവശ്യത്തിന് അവർക്ക് കൊടുത്തിരുന്നു ആരാണ്ട്. അതിൻ്റെ എഴുതാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവരികയും വസ്തുവാണ് എഴുതി വാങ്ങിച്ചിരിക്കുന്നത്. ഇവരുടെ പേരിലാണ് കരം ഇപ്പോൾ കൊണ്ടുവന്ന് അടച്ചത്. മറ്റവരുടെ ചെയ്ത പ്രമാണം ചെന്നിട്ടില്ല അങ്ങ് വരെ. കരം ഇവരുടെ പേരിലാണ് അടച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേഷനിൽ പറഞ്ഞ് ഇവിടെ മേഡത്തിന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പിന്നെ വരാനാണ്. ഇത് 22/8/2011. സംശയം തട്ടി ഇവിടെ വന്ന് അന്വേഷിച്ച് കോപ്പി വാങ്ങിച്ച് വായിച്ച് നോക്കിയപ്പോഴാണ് സംഭവങ്ങൾ മനസ്സിലായത്. ഇവരിവിടെ വന്നിരുന്നു എന്നാണ്. അപ്പോൾ അമ്മയോട് പറയും, ചോദിച്ചിട്ടേ എഴുതാറുള്ളൂ. അവർ സമ്മതിക്കാൻ നമ്മൾ ആധാരം എന്തായാലും എടുക്കത്തില്ല. അപ്പോൾ അവർ സമ്മതിച്ചിട്ടാണ് നമ്മൾ എഴുതി കൊടുത്തത്. അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ കക്ഷി ഇടണം. നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കുമ്പോൾ കക്ഷിയുടെ സമ്മതം ചോദിച്ചിട്ടാണ് ഇവിടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ അന്ന് വന്നപ്പോൾ കക്ഷി സമ്മതിച്ചു. എനിക്ക് ഓർമ്മയില്ല കക്ഷി അന്ന് ഞാനാണോ ഇനി എത്തിച്ചാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും വരണം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് കക്ഷി. തീർച്ചയായിട്ടും അതിന് അവർ എഴുതി കൊടുക്കുന്ന സമ്മതമാണെന്ന് പറയുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടിയെന്ന് പറയും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ്? പിന്നെ അതിനുശേഷം ഒരു പരാതി എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും സാധ്യതകൾ ഇനി ഇവിടുന്ന്? എനിക്ക് വായിച്ചു അതെ മേഡം, കുഴപ്പമില്ല മേഡം. ഞങ്ങൾ മേടിച്ച് വെക്കാം. നാളെ മറ്റന്നാളെ മേഡത്തിനെ കണ്ടാലോ? എന്താണെന്ന് ഞാൻ വായിച്ച് നോക്കണം. ഇതിനകത്ത് സംഭവം എന്താണ്? എപ്പോഴാണ് മേഡത്തിന് വായിച്ച് നോക്കി മനസ്സിലാക്കണം. എപ്പോഴാണ് വന്ന് മേഡത്തിന് ഒന്ന് സംസാരിക്കേണ്ടത്? കഴിഞ്ഞോണ്ട് വരും. ഉച്ച കഴിഞ്ഞ് വരാം. തീർച്ചയായും. ഇവര് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കും എഴുതി കൊടുക്കാൻ സമ്മതമാണോ, പ്രകാരം കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ടാണോ നമ്മൾ സമ്മതമാണെന്ന് പറയുമ്പോഴാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം അന്ന് സമ്മതിച്ച കക്ഷിത്തിന് ഇപ്പം സമ്മതം ഇല്ലെന്ന് പറയാൻ പറ്റൂ? ആയിരിക്കും. നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ സംഭവം. ആധാരം എഴുതിക്കൊണ്ട് വരുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സമ്മതമാണെന്നെങ്കിൽ ഒരു സമ്മതമാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അന്ന് അവർക്ക് വരരുത്. അവർക്ക് സമ്മതം ഇല്ലെങ്കിൽ അവർ വരരുത്. ബസ് എഴുതി കൊടുക്കാം. മറ്റു മക്കളോ ആരും ഇല്ലാതെ ഒരു മോള് മാത്രം കൂടെ കൊണ്ടുവന്നു. വിലയാധാരമായി മോള് കൊണ്ടുവന്ന് വിലയാധാരമായിട്ട് അങ്ങ് എഴുതി വാങ്ങിക്കുക. അതെ, അല്ല അത് കെട്ടാനിരുന്ന ചെറുക്കൻ്റെ പേരിലൂടെ ചേർത്ത്. ശരി മേഡം, ഉച്ചതിരിഞ്ഞ് തീർച്ചയായിട്ടും നാളെ വരാം. ശരി, ജയന്ത്. തീർച്ചയായിട്ടും ജയന്ത് മേഡം. ഓക്കെ.